നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കലാകാരന് നേരെ സൈബർ ആക്രമണം നടക്കുകയാണ്. മുഖ്യമന്ത്രി ബഹുമാനിച്ചില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചാണ് ഇത്തരത്തിൽ ഒരു കലാകാരനെതിരെ സൈബർ ആക്രമണം നടക്കുന്നത്. അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേര് പരാമർശിച്ചപ്പോൾ ബഹുമാനിച്ചില്ലെന്ന് ആരോപിച്ച് മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോനെതിരെയാണ് സൈബർ ആക്രമണം. അയർലൻഡിൽ നടന്ന ഒരു സ്റ്റേജ് പരിപാടിക്കിടെ വി.ഡി. സതീശന്റെ ശബ്ദം അനുകരിച്ചപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറയാതെ വി.ഡി. സതീശൻ എന്ന് മാത്രം അഭിസംബോധന ചെയ്തെന്ന് ആരോപിച്ചാണ് സൈബർ ആക്രമണം ശക്തമാവുന്നത്. എന്നാൽ താനത് ബഹുമാനക്കുറവ് കാണിക്കാനോ അദ്ദേഹത്തെ അപമാനിക്കാനോ വേണ്ടിയല്ല, സാങ്കേതിക ആവശ്യത്തിനായി ഫയലിന്റെ പേര് മാത്രം പറഞ്ഞതാണ് എന്നാണ് മഹേഷ് കുഞ്ഞുമോന്റെ വിശദീകരണം. തനിക്കെതിരെ അധിക്ഷേപം നടത്തുന്നവർ അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യതയോടെ പ്രകടിപ്പിക്കണമെന്നും മഹേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. മഹേഷ് കുഞ്ഞുമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പ്രിയപ്പെട്ട എല്ലാവർക്കും, അയർലൻഡിൽ നടന്നൊരു സ്റ്റേജ് പരിപാടിക്കിടെ ഞാൻ വി.ഡി. സതീശൻ സാറിൻ്റെ ശബ്ദം അനുകരിച്ച് ഒരു പെർഫോമൻസ് അവതരിപ്പിച്ചിരുന്നു. LED വാൾ പിക്ചർ വരാതെ അല്പസമയമെടുത്തപ്പോൾ LED വാൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന വ്യക്തിയോട് സ്ക്രീനിൽ കാണിക്കേണ്ട ചിത്രത്തിൻ്റെ ഫയലിൻ്റെ പേര് അറിയിക്കുന്നതിനായാണ് മൈക്കിലൂടെ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സാർ എന്നോ മുഖ്യമന്ത്രി എന്നോ ചേർത്ത് പറഞ്ഞിരുന്നില്ല. അത് ബഹുമാനക്കുറവ് കാണിക്കാനോ അദ്ദേഹത്തെ അപമാനിക്കാനോ വേണ്ടിയല്ല, സാങ്കേതിക ആവശ്യത്തിനായി ഫയലിൻ്റെ പേര് മാത്രം പറഞ്ഞതാണ്. എന്നാൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ അഭിസംബോധന ചെയ്തു എന്ന രീതിയിൽ ചിലർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായി. എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സാഹചര്യം കാരണം ആർക്കെങ്കിലും വിഷമമോ വേദനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ആരെയും വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക എന്നത് എൻ്റെ ഉദ്ദേശമല്ല. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് താൻ. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യതയോടെ പ്രകടിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായി അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ ഒരാളെ മാനസികമായി ഏറെ വേദനിപ്പിക്കും. പരസ്പര ബഹുമാനവും മനുഷ്യ സ്നേഹവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി. സ്നേഹപൂർവ്വം മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മഹേഷ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു കലാകാരനാണ് അദ്ദേഹം. ഒരു സാങ്കേതിക ആവശ്യത്തിനായി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചതാണ് എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉയരുകയാണ്. എന്തായാലും പലരും കമൻറ്റുകളിലൊക്കെ നമ്മളറിയാം, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പലരും, അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ആയാലും വലിയ രീതിയിൽ വളരെ മോശം പറയുന്ന കമൻറ്റുകളോടെയൊക്കെ അത്തരത്തിൽ പരാമർശിക്കുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കലാകാരൻ ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിലാണ് സൈബർ ആക്രമണം. പക്ഷേ ഈ കമൻറ്റുകളിലൂടെയൊക്കെ ഇത്രയും തെറിയഭിഷേകം നടത്തുന്നവരെയൊക്കെ ആരാണ് ഇനി ആക്രമിക്കാൻ പോകുന്നത്? ആരാക്രമിക്കും? എന്തായാലും ഈ ഒരു സംഭവം അദ്ദേഹം തന്നെ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടറിയിലെത്തിയ വയോധികയ്ക്ക് പോലീസ് മർദ്ദനമുണ്ടായതായി ആരോപണം. ആ വാർത്തയുടെ വിശദാംശം കൂടി നോക്കാം. അതായത് താൻ പരാതി നൽകാൻ എത്തിയതായിരുന്നു, അവിടെ പോലീസുകാർ തന്നെ മർദ്ദിച്ചു എന്ന് കാട്ടി ഇടവ കൽക്കൂട്ടം വിള സ്വദേശിനിയായ വയോധിക ശാരദ പോലീസിൽ പരാതി നൽകി. വർക്കല പോലീസിലാണ് പരാതി നൽകിയത്. പക്ഷേ കേസ് എടുത്തിട്ടില്ല എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അറിയിച്ചത്. എന്താണ് സംഭവത്തിന്റെ സത്യാവസ്ഥ എന്നത് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കന്റോൺമെന്റ് പോലീസ് പറയുന്നു. തന്നെ മർദ്ദിച്ചെന്ന് വയോധിക പറയുന്നു. അയൽവാസി കടമായി വാങ്ങിയ 2 ലക്ഷം രൂപ തിരികെ നൽകിയില്ല എന്ന പരാതി മുഖ്യമന്ത്രിയെ നേരിൽ അറിയിക്കാൻ എത്തിയതായിരുന്നു ശാരദ. ഒരാഴ്ച മുൻപാണ് സംഭവം ഉണ്ടായതെന്നാണ് ശാരദ പറയുന്നത്. ഇത് സംബന്ധിച്ച് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് കോടതി പരിഗണനയിലിരിക്കുകയാണ്. ആദ്യ സന്ദർശനത്തിൽ പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും എത്തിയപ്പോൾ പോലീസ് തന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് വയോധികയുടെ ആരോപണം. മുഖ്യമന്ത്രിയെ കണ്ടേ മടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 വനിതാ പോലീസുകാരും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ ബലമായി പോലീസ് ജീപ്പിലേക്ക് എറിഞ്ഞുവെന്നും ഇതിനിടെ മുഖം ഇടിച്ച് താൻ വീണെന്നുമാണ് ശാരദ പറയുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് തന്നെ പുറത്തുവിട്ടതെന്നും ഇതിനിടെ പോലീസുകാർ അനുനയ ശ്രമം നടത്തി പണം വാഗ്ദാനം ചെയ്തതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശാരദ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ശാരദയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവത്തിന്റെ സത്യാവസ്ഥ എന്ന് പുറത്തുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം UDF സർക്കാർ അധികാരത്തിലേറി 1.5 മാസം പിന്നിടുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയത് 4
ലക്ഷത്തിലേറെ പരാതികളാണ്. ഒരു ദിവസം ഒരു മന്ത്രിക്ക് 500-ലേറെ പരാതികളാണ് നേരിട്ടും തപാലിലും അടക്കം കിട്ടുന്നത്. സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും മന്ത്രിമാരുടെ വസതികളിലും നേരിട്ടെത്തി പരാതി നൽകാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഭരണം മാറിയതോടെ ഇപ്പോൾ ഇവിടേക്ക് ജനപ്രവാഹമാണ്. മുഖ്യമന്ത്രി പൊതുജനങ്ങളെ തടയരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പരാതിയുമായി എത്തുന്നവർ ഒരുപാടുണ്ട്. നേരത്തെ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർക്കായിരുന്നു പൊതുജനങ്ങൾ പരാതി നൽകിയിരുന്നത്. ഉന്നതതല തീരുമാനങ്ങൾ ആവശ്യമായിരുന്നതിനാൽ അവ മുകളിലേക്ക് അയക്കുകയും പലതും ചുവപ്പ് നാടയിൽ കുരുങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർക്ക് കിട്ടുന്ന പരാതികൾ താഴെത്തട്ടിലേക്ക് നടപടിക്കായി പോകുന്നതാണ് കാഴ്ച. ഈ മാസം തന്നെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിഞ്ഞ ഒരാഴ്ചയായി കിട്ടുന്ന പരാതികളിലേറെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷനെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതികളെല്ലാം പ്രത്യേക കെട്ടാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ അവർക്ക് ഇവ കൈമാറും. ഇത്തരം പരാതി PSCക്ക് തന്നെ കൈമാറുന്ന പഴയ രീതി തുടരേണ്ടതില്ല എന്നാണ് തീരുമാനം. കരാർ നിയമനം, സ്ഥലം മാറ്റം, ധനസഹായം, ചികിത്സാ സഹായം, ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ഒട്ടേറെ പരാതികൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കിട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.